എൻ്റെ മോനെ ഇവിടെ പൊളിയാട്ടോ, രക്ഷയില്ല. അതായത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണല്ലോ ഇവിടുത്തെ പേര്. അങ്ങനെ ആകുമ്പോൾ വലിയൊരു എക്സ്പെക്ടേഷനോട് കയറി വന്നത്. അതും ഇതും ഒക്കെ കയറി മേലെത്തി. എനിക്ക് നടന്നൊന്നുമില്ല. ഇവിടെ പോയി മഴ ആയതുകൊണ്ടാണ് വലിയൊരു ഇതില്ലാത്തത്. പക്ഷെങ്കിൽ ഇതൊക്കെ ഈ മഴയൊക്കെ മാറി ഫുള്ളായിട്ട് എന്താണ് ഇതില്ലേ, വേറെന്താ, മഴയൊക്കെ ഫുള്ള് പച്ചപ്പുള്ള രസം വിചാരിച്ചു നോക്കി. കുറേ ആടുകളും അതും ഇതും ഒക്കെ നോക്കി. നമ്മള് ഇതിനു മുമ്പ് ഈ ഒരു കാഴ്ച സോനാമാർഗിലാണ് കേട്ടോ കണ്ടിരുന്നത്. പക്ഷെങ്കിൽ സോനാമാർഗിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു വളയം കണ്ടു, ഒരു എന്താ പറയാ, ഇപ്പോൾ ഒരു എന്താ ഒരു ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്. അത് ചതുപ്പാണ്. അവിടെ ഈ പൈൻമരങ്ങളും കാര്യങ്ങളൊക്കെ സ്വിറ്റ്സർലാൻഡിലുള്ള, അതുകൊണ്ടൊക്കെയാണ് ഈ സ്വിറ്റ്സർലാൻഡ് പറയുന്നത്. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ 36ാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പെഹൽഗാം ടൗണിൽ നിന്ന് ബൈസൺ വാലിയിലേക്കുള്ള വഴികളിലെ കാഴ്ചകളെ കുറിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. സത്യത്തിൽ നമ്മൾ ആ ഒരു വഴികളിലെ ചളി മാറ്റി നിർത്തുകയാണെങ്കിൽ ആ ഒരു യാത്രയിലെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം ആ വഴികളിലെ അരുവികളും പിന്നെ കാടും മലയും പൈൻമരങ്ങളും പിന്നെ കുറേ കുതിരകളും പിന്നെ മുയലും ഒക്കെ കൂടി ചേർത്ത് നിർത്തുകയാണെങ്കിൽ ആ ഒരു യാത്രയിലെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നടന്ന് ഒടുവിൽ നമ്മൾ ബൈസൺ വാലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ബൈസൺ വാലിലെ കാഴ്ചകൾ കാണാം കേട്ടോ. നേരെ എപ്പിസോഡിലേക്ക്. എൻ്റെ മക്കളെ, ഷൂവിനെ കൊല്ലം നോക്കി. താഴേന്ന് വരുന്ന സമയത്ത് ഒരുത്തൻ എന്നോട് പറഞ്ഞിട്ടില്ല മേലെ പോയിട്ട് മേലോട്ട് പോവാണെങ്കിൽ ഷൂ വേണം. കുതിരയ്ക്ക് 2000 രൂപയാണ് പെർ ഹെഡ്. അത്ര കൂടെ നമ്മുടെ കയ്യില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, നടന്ന് വന്നു 6 കിലോമീറ്റർ ഇവിടെ കളി. എൻ്റെ മോനെ ഇവിടെ പൊളിയാട്ടോ, രക്ഷയില്ല. ഓ, എൻട്രി ടിക്കറ്റ് ഉണ്ടോ? എൻട്രി ടിക്കറ്റ് എടുത്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, എൻട്രി ടിക്കറ്റ് 30 രൂപയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിന് ഉള്ളിൽ കയറണം. അങ്ങനെ നമ്മളെടുത്ത ടിക്കറ്റ് സെക്യൂരിറ്റിനെ കാണിച്ച ശേഷം നമ്മൾ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു കേട്ടോ. ടു ബി ഹോണസ്റ്റ്, അതായത് നമ്മൾ താഴെ നിന്ന് മേലോട്ടേക്ക് കയറി വരുമ്പോൾ, അതായത് മിനി സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെയാണല്ലോ ഇവിടുത്തെ പേര്. അങ്ങനെ ആകുമ്പോൾ വലിയൊരു എക്സ്പെക്ടേഷനോട് കയറി വന്നത്. പക്ഷെങ്കിൽ മേലെത്തി ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ വലിയ രസമൊന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്ന പോലെ ഓരോ കാശ്മീരിലെ ഓരോ സ്ഥലങ്ങൾക്കും ഓരോ ഭംഗിയാണ്. പക്ഷേ ഏറ്റവും കോമഡി നമ്മൾ വന്ന ടൈം അത്ര ഓക്കെ ആയില്ല. അതാണ് കോമഡി. ഫുൾ മഴ പെയ്ത് നാശമായിട്ടാണ്. കുഴപ്പമില്ല. എൻ്റെ മക്കളെ നല്ല ചളിയാട്ടോ. ചളിയോ അതും ഇതും ഒക്കെ കയറി മേലെത്തി. എനിക്ക് നടന്നു വന്നോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഷൂ ഇല്ലേ, ഗം ഷൂ, അതുകൊണ്ട് ആരും പറഞ്ഞില്ല അത് ഇട്ടിട്ട് വരണം എന്നുള്ള. അതായത് നേരെ ചളി ഉണ്ടാവും പറഞ്ഞു, പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നമ്മള് മിനി സ്വിറ്റ്സർലാൻഡിനെ കുറ്റം പറഞ്ഞുകൊണ്ടും വ്ളോഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് രസമുണ്ട്. പക്ഷേ ഒരു ജൂൺ ജൂലൈ സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇത് കിടിലനായിരിക്കും. കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല, നൈസായിട്ടൊന്ന് വീണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് താഴേന്ന് മേലോട്ടേക്ക് വരുമ്പോ ബൂട്ടും ജീൻസിന്റെ അടിയിലൊക്കെ ഫുള്ള് ചളിയായിരുന്നു. ഇപ്പൊ നൈസായിട്ട് വീഴ്ചയും കൂടെ വീണപ്പോ നമ്മളെ മൂട്ടിലും ഫുള്ള് ചളിയാണ് കേട്ടോ. മൂട് മാത്രല്ല, ബാഗിന്റെ പുറത്തൊക്കെ കംപ്ലീറ്റ് ചളിയായി. അതിനൊക്കെ നൈസായിട്ട് വീണ് കേട്ടോ. കിട്ടില്ലായിട്ടൊന്ന് വീണ്. വിഷയമല്ല, അതുകൂടെ കുറച്ച് നടന്ന് എന്തായാലും ചളിയൊരു നാശമായിട്ടുണ്ട്. ഇവിടെ പോയി മഴ ആയതുകൊണ്ടാണ് വലിയൊരു ഇതില്ലാത്തത്. പക്ഷെങ്കിൽ ഇതൊക്കെ ഈ മഴയൊക്കെ മാറി ഫുള്ളായിട്ട് എന്താണ് ഇതില്ലേ, വേറെന്താ, മഴയൊക്കെ ഫുള്ള് പച്ചപ്പുള്ള രസം വിചാരിച്ചു നോക്കി. കുറേ ആടുകളും അതും ഇതും ഒക്കെ ഒരു പൊളി മൂടായിരിക്കും. എന്തായാലും കൊള്ളാം. രസമുണ്ട് വെച്ചാൽ രസമുണ്ട്. പക്ഷെങ്കിൽ
ശരിക്കും ഇതല്ല ഇതിൻ്റെ ഭംഗി. ഇതിനേക്കാളും ലുക്കാണ് ശരിക്കും ഇത്. ആദ്യത്തെ വരവില് ചുറ്റുപാടും നോക്കിയപ്പോൾ വലിയ മഞ്ഞും കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ. പക്ഷെങ്കില് പെൽഗാമിന്റെ ഒരു കോണിലേക്ക് പോയപ്പോൾ അവിടെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ. അപ്പൊ നേരെ അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ച് 2-3 വീഴ്ചയൊക്കെ വീണ് നല്ല മൂടെ നിൽക്കുക കേട്ടോ. കൊള്ളാം. അങ്ങനെ നമ്മള് വ്ളോഗൊക്കെ ചെയ്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇടത്ത് ഭാഗത്ത് കൂടി ഒരു ചങ്ങായി ഇങ്ങനെ ഊരി പോകുന്നത് കണ്ടു കേട്ടോ. നമ്മള് ഇതിനു മുമ്പ് ഈ ഒരു കാഴ്ച സോനാമാർഗിലാണ് കേട്ടോ കണ്ടിരുന്നത്. പക്ഷെങ്കിൽ സോനാമാർഗിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇങ്ങനത്തെ സ്ലഡ്ജ് റൈഡേഴ്സ്. പക്ഷെങ്കിൽ ഈ പെൽഗാം ഈ പുള്ളി ഒറ്റയ്ക്കാണ് ഭരിക്കുന്നത്. ഇവിടെ പുള്ളിയെ തടുക്കാൻ വേറെ ആരും ഇല്ല കേട്ടോ. ഫോട്ടോ വീഡിയോ എടുക്കുന്നുണ്ട്. ചെറിയ മഴ പെയ്ത് തുടങ്ങി കേട്ടോ. അവിടെ ഒന്നും വലിയ ഗുമ്മില്ലെങ്കിലോ, അതായത് ആ ഭാഗത്തുനിന്ന് വലിയ രസമില്ലെങ്കിലും ഇങ്ങോട്ട് വരുന്ന ഭംഗിയുണ്ട് കേട്ടോ കാണേ. കാരണം ഇങ്ങോട്ട് പച്ചപ്പം കുറച്ച് കൂടുതലൊക്കെ ഉണ്ട്. ഇവരുടെ ശരിക്കും വാലി ടൈപ്പാണ് കേട്ടോ. പിന്നെ പറയപ്പോ നീളത്തിൽ പരന്നിട്ട് സംഭവമല്ല കംപ്ലീറ്റ്. കുറെ ആൾക്കാർ വരുന്നൊക്കെ ഉണ്ട്. പിന്നെ അതിന് ദൂരെ കണ്ടോ സംഭവം ഒരു വളയം കണ്ടു. ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു ചുറ്റും വേലി കെട്ടിയിട്ടുണ്ടോ. അത് ചതുപ്പാണ്. അവിടേക്ക് നടുക്ക് ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ താണമെന്നൊക്കെയാണ് പറയുന്നത്. ഒരുത്തം പോകുന്ന ചോദിച്ചാൽ അവനപ്പുറത്ത് അറിയില്ല, അവനപ്പോൾ താണു ചോദിച്ചാൽ പറ്റില്ല. അല്ല, അവനപ്പുറത്ത് കൂടെയാണ് പോകുന്നത്. ക്ലിയർ ആയിട്ട് കൊള്ളാം. ചെറിയ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടോ. നമുക്ക് ഇവർക്കും ദൂരപ്പുറത്ത് കയറി പോയാൽ മതി. നമുക്ക് വന്ന പോലെ തന്നെ തിരിച്ചിറക്കാണല്ലോ. കുഴപ്പമൊന്നുമില്ല, കോട്ടുണ്ട്. ഓവറോൾ എന്താ പറയുക, മിനി സ്വിറ്റ്സർലാൻഡ് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഈ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ സ്വിറ്റ്സർലാൻഡിലുള്ള, അതുകൊണ്ടൊക്കെയാണ് മിനി സ്വിറ്റ്സർലാൻഡിൽ പറയുന്നത്. ഓക്കെ, എന്താ നൈസാണ്, കൊള്ളാം. ഇപ്പോൾ ടൈം ഏകദേശം 1 മണി അടുത്തായി കേട്ടോ. അപ്പോൾ നമുക്കിനിപ്പോൾ 1 മണിക്ക് ഇറങ്ങിയാൽ ഇവിടുന്ന് ഇറങ്ങി 2:30 മാക്സിമം റൂം ഡ്രസ്സെല്ലാം മാറ്റി എന്തായാലും 3-3:30 ഇറങ്ങി ഇന്ന് അങ്ങനെ എന്തായാലും കാശ്മീർ ശ്രീനഗർ പിടിക്കണം എന്ന് വിചാരിക്കുന്നു. നടക്കത്തില്ല, അത് നമുക്ക് നാളെ എന്തായാലും ദൂതുപത്രം ഉണ്ട്. കാരണം ഇവിടെ എനിക്ക് കാണാനൊന്നുമില്ല. പെൽഗാം ഞാൻ പറഞ്ഞു എല്ലാം അങ്ങനെ ഒരു ഗ്രാമപ്രദേശം പോലെ ഇതായതുകൊണ്ട് മൊത്തം മഴ പെയ്തുകൊണ്ട് ക്ലൈമറ്റ് അത്ര ഗുമില്ല. ദൂതുപത്രി പോകണ കുറച്ച് രസമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കട്ടെ. ആകെ നാശമായിട്ടുണ്ട് ക്ലോത്തും കാര്യങ്ങളും. ഒരു വീഴ്ചയും വീണ് ഫുൾ മൂടന്നെ ഇങ്ങനെ. അപ്പം നമുക്ക് നേരെ പോവാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ വ്ളോഗ് ഇവിടെ തീർക്കുകയാണ്. നമുക്ക് താഴെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിവിടെ കാര്യം കാണുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ കാര്യം എടുക്കാം. അപ്പോൾ